ഓം നമോ നാരായണായ. നാരായണീയം ദശകം 28. ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. പാലാഴിമഥനത്തിൻ്റെ 2ാം ഭാഗമാണ് ഈ ദശകം. പാലാഴിമഥനത്തിൽ ആദ്യം കാളകൂട വിഷമാണ് ഉണ്ടായത് എന്ന് പറയുന്നു. ഗരളം തരളാനലം പുരസ്താദ് ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപോ ഭവത്പ്രിയാർത്ഥം. ദേവന്മാരും അസുരന്മാരും കുറേ നേരം ശക്തിയായി മഥനം ചെയ്തിട്ടും ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ ഭഗവാൻ തന്നെ സ്വയം മഥനം ചെയ്യാൻ തുടങ്ങി എന്ന് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ മഥനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സമുദ്രജലമാകെ ഇളകി മറിഞ്ഞ് ആദ്യമായി സമുദ്രത്തിൽ നിന്ന് കാളകൂട വിഷം പുറത്തേക്ക് വന്നു. ഇളകുന്ന അഗ്നിജ്വാലകളോടുകൂടിയാണ് കാളകൂട വിഷം പുറത്തേക്ക് വന്നത് എന്നാണ് പറയുന്നത്. ഇത് കണ്ട് ദേവന്മാർ ആകെ വിഷമത്തിലായി. ഈ ആപത്ഘട്ടത്തിൽ തങ്ങളെ സഹായിക്കാൻ ശ്രീ പരമേശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ദേവന്മാർ ശ്രീ പരമേശ്വരനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ദേവന്മാരുടെ സ്തുതി വചനങ്ങൾ കേട്ട് പരമേശ്വരൻ അത്യന്തം സന്തോഷിച്ചു. അങ്ങനെ പരമേശ്വരൻ ആ വിഷത്തെ ഭഗവാനെ അവിടുത്തെ പ്രീതിക്ക് വേണ്ടി പാനം ചെയ്തു. ഭഗവാന്റെ ഇച്ഛയും അതുതന്നെയാണ് എന്ന് മനസ്സിലാക്കി പരമേശ്വരൻ ആ വിഷത്തെ പാനം ചെയ്തു. അങ്ങനെ വിഷം പാനം ചെയ്തപ്പോൾ പാർവതീദേവി ഭഗവാന്റെ കഴുത്തിൽ ആ വിഷത്തെ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ കാളകൂട വിഷം കഴുത്തിൽ തങ്ങി നിന്നതുകൊണ്ട് പരമേശ്വരന് നീലകണ്ഠൻ എന്ന പേര് വന്നു. ഇങ്ങനെ ഭഗവാൻ കാളകൂട വിഷം പാനം ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് തുള്ളികൾ താഴെ ഭൂമിയിൽ പതിച്ചുവെന്നും അത് സ്വീകരിച്ച പാമ്പുകൾ, തേളുകൾ, ചിലതരം സസ്യങ്ങൾ ഇവയെല്ലാം വിഷമുള്ളതായി തീർന്നു എന്നുമാണ് ഐതിഹ്യം. അങ്ങനെ പാലാഴിമഥനം തുടർന്നു വന്നപ്പോൾ ഉണ്ടായ കാമധേനു, ഉച്ചൈസ്രവസ്, ഐരാവതം, കൽപ്പകവൃക്ഷം, അപ്സരസ്സുകൾ എന്നിവയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. വിമഥൽ സുസുരാസുരേഷു ജാതാ സുരഭിസ്താമൃഷിഷുന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂതധേപരത്നം ദ്യുതരുശ്ചാപ്സരസ സുരേഷു താനി. അങ്ങനെ ദേവന്മാരും അസുരന്മാരും നല്ലവണ്ണം മഥനം ചെയ്തപ്പോൾ സമുദ്രത്തിൽ നിന്ന് പല വിശിഷ്ട വസ്തുക്കളും പൊന്തി വന്നു. കാളകൂട വിഷത്തിന്റെ ആ ഘട്ടം കഴിഞ്ഞപ്പോൾ കാമധേനു ഉണ്ടായി വന്നു. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, അവിടുന്ന് കാമധേനുവിനെ മഹർഷിമാരിൽ അർപ്പിച്ചു. അതായത് ഭഗവാൻ കാമധേനുവിനെ മഹർഷിമാർക്ക് കൊടുത്തു. ഔചിത്യം നോക്കിയാണ് ഇവിടെ ഭഗവാൻ ഓരോന്നും ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. പിന്നീട് അശ്വങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ ഉച്ചൈസ്രവസ് ഉണ്ടായി. ഭഗവാൻ അത് മഹാബലിക്കാണ് കൊടുത്തത്. പിന്നീട് ഗജശ്രേഷ്ഠനായ ഐരാവതമുണ്ടായി. ഐരാവതത്തെ ദേവേന്ദ്രന് നൽകി. പിന്നീട് കൽപ്പവൃക്ഷവും അതായത് പാരിജാത വൃക്ഷവും അപ്സരസ്സുകളും ഉണ്ടായി. അവ ഓരോന്നും അർഹിക്കുന്ന സ്ഥാനമായ സ്വർഗലോകത്തിലേക്ക് നൽകപ്പെട്ടു. ലക്ഷ്മീദേവി അവതരിക്കുന്നു. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലബഭൂവ ദേവി അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവലോക. അല്ലയോ ജഗന്നാഥ, അങ്ങനെ മഥനം തുടർന്നുകൊണ്ടിരിക്കെ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിളക്കിക്കൊണ്ട് സുന്ദരിയും ഭഗവാനെ തന്നെ സ്നേഹിക്കുന്നവളുമായ ലക്ഷ്മീദേവി ആവിർഭവിച്ചു. മനോഹരിയും ദോഷരഹിതയും പാവനയുമായ ലക്ഷ്മീദേവിയെ കണ്ട് അവിടെയുള്ളവരെല്ലാം കൊതി പൂണ്ടങ്ങനെ ദേവിയെ നോക്കി നിന്നു. എന്നാൽ ലക്ഷ്മീദേവിയാകട്ടെ ഭഗവാനിൽ തന്നെ പ്രിയമുള്ളവളായി ഭഗവാനെ മാത്രം നോക്കി നിന്നു. ഇന്ദ്രാദികൾ യഥോചിതം ലക്ഷ്മീദേവിയെ പൂജിക്കുന്നു. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരേത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ലക്ഷ്മീദേവിക്ക് ഭഗവാനിലാണ് അനുരാഗമെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഭഗവാനിൽ ഹൃദയമർപ്പിച്ചിട്ടുള്ള ദേവിക്കായി രത്നസിംഹാസനം നൽകി.
ഋഷിമാർ വേദമന്ത്രങ്ങൾ ചൊല്ലി ലക്ഷ്മി ദേവിയെ സകല നദികളാലും ഭൂമിദേവിയാലും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികൾ കൊണ്ട് മന്ത്രങ്ങളോടുകൂടി അഭിഷേകം ചെയ്തു. ലക്ഷ്മി ദേവിയുടെ അഭിഷേകവും അലങ്കരണവും വർണ്ണിക്കുന്നു. അഭിഷേകജലാനുപാതിമുക്ത ത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈസ്താമരാധയോന്വഭൂഷൻ. ദേവന്മാർ, ഋഷിമാർ മുതലായവരെല്ലാം പുണ്യതീർത്ഥം കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തപ്പോൾ, ഇവിടെ മേൽപ്പത്തൂർ ദേവിയുടെ അലങ്കാരത്തെപ്പറ്റി പറയുകയാണ്. ആ അഭിഷേക ജലം വീഴുന്നതിന് മുമ്പ് തന്നെ, അലയോ ഭഗവാനെ, അവിടുത്തെ മനോഹരങ്ങളായ കടാക്ഷങ്ങൾ ദേവിയുടെ മേൽ പതിച്ച് ദേവിയുടെ ശരീരം അലങ്കൃതമായി. ഭഗവാന്റെ കടക്കൺ നോട്ടങ്ങൾ പതിച്ച് ലജ്ജിതയായ ദേവി നന്നായി അലങ്കരിക്കപ്പെട്ടു. ദേവിക്ക് ഇനിയൊരു അലങ്കാരത്തിന്റെ ആവശ്യമില്ല. എന്നാലും ദേവന്മാർ മുതലായവർ ദേവിയെ രത്നങ്ങൾ പതിച്ച കർണാഭരണങ്ങൾ, മഞ്ഞപ്പട്ട്, മുത്തുമാല തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു.